ക്രിസ്മസ് അപ്പൂപ്പൻ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പൊ ക്രിസ്മസ് അപ്പൂപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ക്രാഫ്റ്റ് തുടങ്ങാം. റെക്ടാംഗുലർ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പേപ്പർ കട്ട് ചെയ്തെടുക്കണം. 5-4 സെന്റിമീറ്റർ വെച്ചാണ് ഞാൻ എടുത്തത്. പിന്നെ എൻഡിൽ കുറച്ച് 1 സെന്റിമീറ്റർ വിട്ട് കഴിഞ്ഞാൽ ഒട്ടിക്കാനുള്ളതും കിട്ടും. ഇനി അടുത്ത പരിപാടി ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖം. അതിന് വേണ്ടി ഇതേപോലെ യു ഷേപ്പിൽ 2 കളറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി തൊപ്പി വേണം ക്രിസ്മസ് അപ്പൂപ്പന്. റെഡ് കൊണ്ട് ഒരു തൊപ്പിയും പിന്നെ ഒരു മീശയും പിന്നെ ഒരു താടിയും കൂടി വെട്ടിക്കൊടുക്കണം. തൊപ്പിയുടെ അടിയിലായിട്ട് ഒരു വൈറ്റ് റെക്ടാംഗുലർ ഷേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഒന്ന് ബോർഡർ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കൊണ്ട്. ബോർഡർ ചെയ്ത് വരച്ചു കൊടുത്തപ്പം എന്റെ ക്രിസ്മസ് അപ്പൂപ്പൻ ഒരുമാതിരി കോലായതുപോലെ തോന്നുന്നുണ്ട്. അതിനു മുന്നേ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്റെ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ. പക്ഷെ ഞാൻ ആ ക്രിസ്മസ് അപ്പൂപ്പനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഇതേപോലെ ബോർഡർ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ക്രിസ്മസ് അപ്പൂപ്പന് പാന്റും കൈയും. ബെൽറ്റ് വെച്ച് വരച്ചു കൊടുത്ത ഒരു പാന്റും പിന്നെ കൈക്ക് വേണ്ടി 2 റെഡ് റെക്ടാംഗുലർ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ സ്ക്വയറിന്റെ 2 അറ്റത്തായിട്ട് ഇതേപോലെ കൈ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ താഴെയായിട്ട് പാന്റും കൂടി. കൈയുടെ 2 സൈഡിലും ബ്ലാക്ക് പേപ്പർ കൊണ്ട് ഗ്ലൗസ് വെട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്